റോജി എം ജോൺ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നൊക്കെ പലരും ഉപശാല വർത്തമാനങ്ങളിൽ പറയുന്നത് UDF-ന് അനുകൂലമായ ഒരു ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം ഉണ്ടായപ്പോൾ, ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായപ്പോൾ അതിനൊരു കൗണ്ടർ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണം ഉണ്ടായാൽ അത് UDF-ന്റെ സാധ്യതകളെ തകിടം മറിക്കാം എന്ന ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്തമാനം സജീവമായിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇവിടെ വി രാജേഷ് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പാലക്കാടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ BJP വിജയിക്കുന്ന സ്ഥലങ്ങളിൽ SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്ന് അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പണം മുടക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ നമുക്കൊരു ചാനൽ ചർച്ചയിലിരുന്ന് നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയോ ഒക്കെ നമുക്ക് ആ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഞങ്ങൾ UDF ഞങ്ങൾ ഇലക്ഷൻ മത്സരിക്കുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് ബൈ ഇലക്ഷനിലും അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിലുമൊക്കെ ഞങ്ങൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇതുപോലുള്ള സംഘടനകളൊക്കെ വന്ന് പണം മുടക്കുന്നു, അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? ഇതൊക്കെ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് വെറുതെ നമുക്കിരുന്ന് വർത്തമാനം പറയാമെന്നുള്ളതല്ലാണ്ട് അതൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊന്നും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു ബന്ധം പുലർത്തുന്ന കാര്യങ്ങളുമല്ല എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ, നമുക്കൊരു തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണിത്തീരുന്നതിൻ്റെ അവസാന നിമിഷം വരെ എല്ലാവർക്കും ആത്മവിശ്വാസം പുലർത്താം. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ഇപ്പോൾ ചേലക്കരയിൽ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി PV അൻവർ പോലും പ്രതീക്ഷയിലാണ്. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾക്ക് ചിലപ്പം വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതാണ്. അപ്പോൾ PV അൻവറിന് പോലും തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ്ങിൻ്റെ അവസാന നിമിഷം വരെ ആത്മവിശ്വാസം പുലർത്താൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJP രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് 2016 തെരഞ്ഞെടുപ്പിലാണല്ലോ. 2016 തെരഞ്ഞെടുപ്പിൽ BJP രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ശോഭാ സുരേന്ദ്രനെ നമുക്കെല്ലാവർക്കും അറിയാം. അവർ പാലക്കാടുമായിട്ട് അത്രയേറെ ബന്ധമുള്ളതും അതുപോലെ തന്നെ ആ മണ്ഡലവുമായി അത്ര അടുത്തറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നു. നല്ലൊരു BJPയിൽ നിലവിലുള്ളതിൽ തെരഞ്ഞെടുപ്പ് നല്ലൊരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഏത് തെരഞ്ഞെടുപ്പിലായാലും നന്നായിട്ട് വോട്ട് ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ ആ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അന്ന് BJP പിടിച്ചത് ഏകദേശം 40,000-ൽ ശിഷ്ടം വോട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു മാറ്റം ഇപ്പോൾ കൃഷ്ണകുമാർ പിടിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രനായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശ്രീധരനുമായിട്ടോ ഒന്നും നമുക്ക് നിലവിലെ സ്ഥാനാർത്ഥിയെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം പാലക്കാട്ടുകാർ കണ്ട് പരിചയിച്ച് അടുത്തറിഞ്ഞ് ഒരുപക്ഷെ തള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു നിയമസഭാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയ സാധ്യത പാലക്കാട്ടെ ആളുകൾ കാണാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശ്രീധരനുമായിട്ട് ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപക്ഷെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ BJPക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യാത്ത ആളുകളിൽ നിന്ന് പോലും, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും, ഈവൻ മതേതര മനസ്സുള്ള ആളുകൾ പോലും ചിലപ്പം ശ്രീധരനെ പോലെ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടാവാം. അതാണ് കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ 2016 മുതലുള്ള വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴായാലും അതുപോലെ തന്നെ ശ്രീധരൻ മത്സരിക്കുമ്പോഴായാലും CPM-ന്റെ വോട്ട് 2016 മുതൽ നോക്കുമ്പോൾ ഈ 3 ഇലക്ഷനിലും താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ CPM എന്നത് സംഘടനാപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ തരത്തിൽ പരിശോധിച്ചാലോ സംഘടനാപരമായിട്ട് പരിശോധിച്ചാലോ താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഫൈറ്റ് കോൺഗ്രസും BJPയും തമ്മിലാണ്.